ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നാ നിങ്ങളൊരു സത്യം കേട്ടോ. വന്ദനെ സുചിത്ര ഒക്കെ അറിയണം. ബിനുവിന്റെ പേര് പറഞ്ഞ് പ്രകാശിനെ പണം കൊണ്ടുപോയതേ അവന്റെ വീട് പണിക്ക് ചെലവാക്കാനാ. ഹലോ ഹരിതേ, നീ എന്താ വേണ്ടെന്ന് പറ മോളെ. അല്ല, ആവശ്യമില്ലാതെ നീ വിളിക്കാറില്ലല്ലോ. നിന്റെ ഭർത്താവെന്ന കിഴങ്ങനെ എനിക്ക് പിടിക്കത്തില്ലെങ്കിലും നിനക്കൊരാവശ്യം വന്നാ നിന്റെ അപ്പച്ചി കൂടെ കാണില്ലേ? നീ ആദ്യം ആ പ്രകാശന്റെ ബൈക്കിന്റെ നമ്പർ ഒന്ന് സെൻഡ് ചെയ്യേ. കൂട്ടത്തിൽ ആ ഹിഡിമ്പി വസന്തയുടെ നമ്പരും കൂടി ഇട്ടേക്ക്. ശരി, ഇപ്പൊ ഇട്ടേക്ക് അപ്പച്ചി. ശരി. നീ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇനി അതാ കാണാൻ പോന്നെ. പ്രകാശന് ഞാൻ എന്തിനു പണം കൊടുത്തു, മകളായി എന്നോട് ആലോചിച്ചോ എന്നൊക്കെയാണ് നിനക്കും ചോദിക്കാനുള്ളതെങ്കിൽ അതിന്റെ ഉത്തരം ഇപ്പോഴേ പറഞ്ഞേക്കാം. എന്റെ പണം എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കും. അമ്മേ കണ്ടില്ലേ, എന്നോട് സംസാരിക്കാൻ പോലും അച്ഛന് താല്പര്യമില്ല. വസന്തേ, എന്റെ വയറ്റിൽ പിറന്നതല്ലെങ്കിലും പ്രകാശിനെയും മനോജിനെയും പോലെ തന്നെയാ ഞങ്ങൾക്ക് വിനു. ഈ പ്രകാശിനും മനോജും ഒക്കെ ഞങ്ങളെ സ്നേഹിക്കുന്നതിന്റെ 4 ഇരട്ടി സ്നേഹം ഞങ്ങൾക്ക് വിനു തരുന്നുണ്ട്. ഇത്രയും നാളും അവനൊരു ചില്ലി പൈസ പോലും മാധവേട്ടൻ കൊടുത്തിട്ടില്ല. ഇന്നിപ്പോ അവനൊരു കുടുംബമൊക്കെ ആയി. അവനും വേണ്ടേ കേറി കിടക്കാൻ സ്വന്തമായിട്ടൊരു വീട്. വിനുവിനൊരു വസ്തു വാങ്ങി വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയാ പ്രകാശിന് മാധവേട്ടൻ ആ പണം കൊടുത്തത്. അപ്പൊ അങ്ങനെയാണ് കാര്യത്തിന്റെ കിടപ്പ്. വിനുവിന് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി അവന്റെ സഹോദരനായ പ്രകാശ് പണം കൈപ്പറ്റി. എന്നാ നിങ്ങളൊരു സത്യം കേട്ടോ. വന്ദനെ സുചിത്ര ഒക്കെ അറിയണം. വിനുവിന്റെ പേര് പറഞ്ഞ് പ്രകാശിനെ പണം കൊണ്ടുപോയതേ അവന്റെ വീട് പണിക്ക് ചെലവാക്കാനാ. സത്യമാ ഞാൻ പറയുന്നത്. പ്രകാശം വീട് വെക്കുന്ന കാര്യം എന്നോട് പറഞ്ഞത് ആരാണെന്ന് അറിയോ? ജഗന്റെ അപ്പച്ചി ആനന്ദവല്ലി. വീടിന്റെ ഫോട്ടോ പിടിച്ച് അവൻ എനിക്ക് അയച്ചു തന്നു. സ്വന്തം കാര്യം നടത്താൻ വേണ്ടി ഒരു പാവം മിണ്ടാപ്രാണിയുടെ പേരിൽ പണം പറ്റിച്ചെടുത്ത പ്രകാശനെ അച്ഛനും അമ്മയും കൂടി സപ്പോർട്ട് ചെയ്യുന്ന കണ്ടപ്പോ പുച്ഛം തോന്നുന്നു എനിക്ക്. സുചിത്രേ, ഈ പറഞ്ഞത് ശരിയാണോ? നിനക്കെന്താ നാവിറങ്ങിപ്പോയോ? നിന്നോടാ ചോദിച്ചത്. പ്രകാശേട്ടൻ വീട് പണി പൂർത്തിയായി വരുന്നു എന്ന് പറയുന്നത് കേട്ടു.
ഈ പണം അതിനാണ് വാങ്ങിയതെന്ന് എനിക്കറിയില്ലായിരുന്നു. ചന്ദ്രു, എനിക്ക് എന്റെ മക്കളെക്കാൾ ഇഷ്ടമായിരുന്നു ഈ മരുമോളോട്. എല്ലാവരോടും ഞാൻ സുചിത്രയെ പരിചയപ്പെടുത്തുന്നത് എന്റെ മകളാണെന്ന് പറഞ്ഞിട്ടാ. പ്രകാശനോടൊപ്പം ചേർന്ന് ഇവള് എന്നെ ചതിക്കുകയായിരുന്നല്ലേ? അമ്മ, എനിക്കാരും കണ്ണീര് കാണണ്ട. എല്ലാവരും ചതിക്കുന്നവരാ. അമ്മേ, സുചിത്രയെടുത്തിയെ തെറ്റിദ്ധരിക്കരുത്. സുചിത്രയെടുത്തി ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ആരറിഞ്ഞു അങ്ങനെയാണെന്ന്? ശരി, പോട്ടെ. സുചിത്ര അറിഞ്ഞിട്ടില്ലെന്ന് തന്നെ വെച്ചോ. ഭർത്താവിനെ നിയന്ത്രിക്കായിരുന്നല്ലോ, അതെന്താ ചെയ്യാത്തത്? അതിന്റെ അർത്ഥം മൗന സമ്മതം എന്നല്ലേ? അല്ല, വസന്തിയെ പോലെ എല്ലാവർക്കും ഭർത്താവിനെ വരച്ച് വരയിൽ നിർത്താനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല. അച്ഛാ, സുചിത്രയെടുത്തി പാവ. ഇതൊന്നും ഈ പാവ അറിഞ്ഞിട്ടുണ്ടാവില്ല. ആര് പാവമാണെങ്കിലും ഭയങ്കരമാണെങ്കിലും കൊള്ളാം. പ്രകാശം മാത്രം അങ്ങനെ പണം കൊണ്ടുപോകണ്ട. അതിന്റെ പകുതി പണം 2.5 ലക്ഷം രൂപ എനിക്കും വേണം. ചന്ദ്രു, നീ കേട്ടില്ലേ? വസന്തയ്ക്കും പണം വേണമെന്ന്. വന്ദനെ, നിനക്ക് വേണ്ടേ പണം? എല്ലാവർക്കും പണം മതി. അച്ഛനെ അമ്മ ആർക്കും വേണ്ട. അച്ഛാ, അത് ഇറങ്ങടി, ഇറങ്ങിപ്പോയിക്കോണം. ഒരൊറ്റ എണ്ണത്തിനെ എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. ഇറങ്ങാൻ. ഇറങ്ങിപ്പോടി. മാനത്തെ കൊട്ട